ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. അടയാളം അന്വേഷിക്കുന്ന ഒരു തലമുറയെ ശകാരിക്കുന്ന യേശുനാഥനെയാണ് കാണുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നൽകപ്പെടാൻ പോകുന്ന അടയാളം യോന പ്രവാചകൻ്റെ ഇതുപോലുള്ള ഒരടയാളമായിരിക്കും. എന്നിട്ട് പശ്ചാത്തപിക്കാത്ത അവരുടെ ഹൃദയങ്ങളെ ഓർത്ത് യേശുനാഥൻ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഇത് കർത്താവ് ശകാരിക്കുന്നതിനേക്കാൾ ഉപരി ഇത് കർത്താവിൻ്റെ ഒരു സങ്കടമാണ് ജനത്തോടുള്ളത്. കാരണം ഈ ജനം വർദ്ധിച്ചു വരുന്നത് കണ്ടിട്ടാണ് യേശുനാഥൻ ഈ വാക്കുകൾ പറഞ്ഞത്. ദൈവം എല്ലാ മനുഷ്യരുടെയും ഹൃദയമാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ തൻ്റെ അടുക്കിലേക്ക് വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ടം കണ്ടിട്ട് അവരുടെ ഹൃദയം കർത്താവിന് മനസ്സിലാവുന്നുണ്ട്. ഇവരെന്തിനാണ് വർദ്ധിച്ചു വരുന്നത്? ഇപ്പോൾ 2 തരത്തിലുള്ള ആളുകളാണ് അവിടെ ഈ അടയാളം അന്വേഷിച്ചിരുന്നത്. ഒന്ന്, അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിരുന്നത് അവർക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റാനാണ്. അപ്പോൾ അവിടെ കാണുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി. മറ്റൊരു ജനവിഭാഗം, ഈ ഫരിസയരും നിയമജ്ഞരും ഒക്കെ അടയാളങ്ങൾ അന്വേഷിച്ചത് അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നത് അവിടുത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ രണ്ടും കർത്താവ് അംഗീകരിക്കുന്ന ഹൃദയത്തിൻ്റെ അടയാളങ്ങളല്ല. ഇപ്പോൾ യേശുനാഥൻ ചോദിക്കുന്നത് സ്നേഹത്തോടെ എൻ്റെ അടുക്കൽ വരുന്ന മനുഷ്യരെ കുറിച്ചാണ്. യേശുനാഥന് വേണ്ടി ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴും അതൊക്കെ സ്വാഭാവികമായി ഹൃദയത്തിൽ നിന്ന് വരുന്ന ആവശ്യങ്ങളായിരിക്കണം. അവനെ സ്നേഹിച്ചുകൊണ്ട് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നതിന് കർത്താവ് എതിരല്ല. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ്റെ അടുക്കിലേക്ക് വരുന്നത് അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഒരു തലമുറയായിട്ടാണ് യേശുനാഥൻ കാണുന്നത്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നൽകപ്പെടുന്ന വലിയ അനുഗ്രഹം യോനായുടെ അനുഗ്രഹമാണ്. ഈ യോനായുടെ അടയാളം എന്ന് പറയുന്നത്, യോന 3 ദിവസം മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ യേശുനാഥൻ തൻ്റെ പീഡാസഹനങ്ങളെയും മരണത്തെയും പറയുകയാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അടയാളം അതാണ്. അപ്പോൾ ഈ അടയാളം കണ്ടവരാണ് നമ്മൾ. നമുക്ക് വേണ്ടി മരിച്ച യേശുനാഥനെ അനുഭവിച്ചവരാണ്. പീഡനങ്ങളേറ്റ് നമുക്ക് വേണ്ടി കുരിശിലേറിയ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ നമ്മളോട് യേശുനാഥൻ ചോദിക്കുന്നത് അടയാളം അന്വേഷിക്കുന്ന തലമുറയാകാതെ അവിടുത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറയാകാണ്. അപ്പോൾ ഈ തപസ്സുകാലം ഈ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്ന കാലമാണ്. ഈ ശിഷ്യന്മാരെ പോലെ ഇങ്ങനെ കൂടുതൽ വരുന്നതോ കർത്താവിൻ്റെ പുറകെ പോകുന്നതോ ആയ കുറേ പ്രവൃത്തികളെയല്ല, ആ പ്രവൃത്തികളുടെ ഉള്ളിലുള്ള ആത്മാവിനെയാണ്, ഹൃദയത്തെയാണ് യേശുനാഥൻ ചോദിക്കുന്നത്. നിങ്ങൾ സ്നേഹത്തോടു കൂടെയാണോ അവൻ്റെ അടുക്കിലേക്ക് വരുന്നത്? അപ്പോൾ ഈ തപസ്സുകാലം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ അവനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. കാരണം നമ്മൾ അടയാളം കണ്ടവരാണ്. യോനാ പ്രവാചകനെ പോലെ അവിടുന്ന് 3 ദിവസം ഈ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി 3 ദിവസം അവിടുന്ന് മണ്ണിനടിയിലായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ആ വലിയ സ്നേഹത്തിന് അടയാളം കണ്ട മനുഷ്യരാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവനോടുള്ള സ്നേഹം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് യേശുനാഥൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ തപസ്സുകാലത്ത് നമ്മുടെ പ്രവൃത്തികളെല്ലാം സ്നേഹത്തിൻ്റെ പ്രവൃത്തികളായിരിക്കട്ടെ. വെറുതെ പ്രവൃത്തികൾ അടയാളത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന മനുഷ്യരാകാതെ കൂടുതൽ അവനോടുള്ള സ്നേഹത്തെ, നമ്മളെ സ്നേഹിച്ച യേശുനാഥൻ്റെ സ്നേഹത്തിന് തിരിച്ചുത്തരം നൽകുന്ന വിധത്തിലുള്ള ഒരു സ്നേഹപ്രകടനമായിരിക്കട്ടെ ഈ നോമ്പുകാലം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.